സാർ നമസ്കാരം. നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ എന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ, കേരളം കണ്ട ഏറ്റവും ആദർശധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ആ സഖാവിൻ്റെ പേരും ചിത്രവും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സഖാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. വി.എസ്. അച്യുതാനന്ദനിൽ നിന്നും മെല്ലെ മെല്ലെ പാർട്ടിയും ഭരണവും പിണറായി വിജയൻ പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് ഒരു പറ്റം രാഷ്ട്രീയ നിരീക്ഷകർ. വി.എസ്. അച്യുതാനന്ദൻ കേരളം ഭരിച്ചപ്പോൾ, വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാരും തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു യാത്രയിലും നമ്മൾ കണ്ടിട്ടില്ല. ഔദ്യോഗിക യാത്രയിലാവട്ടെ അല്ലാതെ ആവട്ടെ വി.എസിൻ്റെ കൃത്യനിർവഹണത്തിൽ എവിടെയും വി.എസിൻ്റെ മക്കളെ കണ്ടിട്ടില്ല, കുടുംബത്തെ കണ്ടിട്ടില്ല. പിണറായി വിജയൻ വി.എസിൽ നിന്ന് ഭരണവും പാർട്ടിയും കൈപ്പറ്റി അല്ലെങ്കിൽ പിടിച്ചെടുത്ത് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ രണ്ടാം വട്ടം CPM-ൻ്റെ ഭരണം കൊണ്ടുവരുന്നു. 10 വർഷം കേരളം ഭരിച്ച് ഏതാണ്ട് 50 വർഷം പിറകിലേക്ക് ആക്കി എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ CPM-നകത്ത് നിന്ന് തന്നെ പിണറായി വിജയനെതിരെ ഒരു പടപ്പുറപ്പാട് ഉണ്ടായിരിക്കുന്നു, അച്ചുതണ്ട് രൂപം കൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ട് മുതലായ തന്ത്രപ്രധാനമായ പലയിടങ്ങളിലും കുടുംബത്തോടൊപ്പം പിണറായി വിജയൻ സന്ദർശിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, മാധ്യമ ചർച്ചയ്ക്ക് വിധേയമായതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത്, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുമായി വി.ഡി. സതീശൻ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്ന അഴിമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ സംഘവും വീണ്ടും പ്രതിരോധത്തിലായിരിക്കുന്നു, പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇതിലെല്ലാം ഉപരി ഏകഛത്രാധിപതിയായി കഴിഞ്ഞ പിണറായി വിജയനെതിരെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയും വിധം കണ്ണൂരിൽ പോലും പാർട്ടിയെയും പാർട്ടിക്കാരെയും തൻ്റെ കാൽക്കീഴിൽ ഒതുക്കിക്കൊണ്ട്, കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നേറിയിരുന്ന പിണറായി വിജയനോട് വായ്ക്കൈ പൊത്തിയല്ലാതെ ഒരു നേതാവും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളിൽ ഒരു വേള M.V. ഗോവിന്ദനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ K.K. രാഗേഷുമല്ലാതെ പിണറായിക്കൊപ്പം മറ്റൊരു സഖാക്കളും ഇല്ല എന്ന രീതിയിലേക്ക് സമകാലീന രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുമെല്ലാം പിണറായി വിജയനെതിരെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിൽ ആരോപണം ഉയരുന്നത്. നേർക്ക് നേർ മുഖത്തോട് മുഖം നോക്കി പിണറായി വിജയനോട് നേതാക്കളും അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങളാണ് ഈ പാർട്ടിയുടെ പരാജയത്തിന് കാരണം. കണ്ണൂരിൽ പോലും പിണറായി വിജയൻ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ പാർട്ടി അക്ഷരാർത്ഥത്തിൽ പിളർപ്പിലേക്ക് അഥവാ പിളർന്നിരിക്കുന്നു. ഇനി അതിൻ്റെ ഔദ്യോഗികമായൊരു അറിയിപ്പ് വരാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പല മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. ബംഗാളിലേതുപോലെ, ത്രിപുരയിലേതുപോലെ കേരളത്തിലും CPM അസ്തമിക്കുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എങ്ങനെയാണ് CPM-നെയും CPM-ൻ്റെ രാഷ്ട്രീയ നേതാക്കളെയും എല്ലാം വളരെ അടുത്ത് ഇടപഴകുകയും പലരുമായും വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ CPM-ൻ്റെ ഇന്നത്തെ ഈ ദുർഗതിയെയും പിണറായി വിജയൻ്റെ അധപതനത്തെയും എങ്ങനെയാണ് നന്ദകുമാർ സാർ നോക്കിക്കാണുന്നത്? അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിൻ്റെ വേഗത ഇനി കൂടും എന്ന് മാത്രമാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അപജയം, അത് ജീർണത അതിൻ്റെ പരമകോടിയിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ മൂടി വച്ചിരിക്കുന്ന പല സത്യങ്ങളും ഘട്ടം ഘട്ടമായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ പിണറായി വിജയൻ വീഴുമെന്ന്, ജയിലിലാകുമെന്ന്, പാർട്ടിയിൽ എല്ലാ ഗ്രിപ്പും നഷ്ടപ്പെടുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമശീർഷകരായ നേതാക്കന്മാർ, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂടുമാറി കൃത്യമായിട്ട് കൂടുമാറി എല്ലാം വിളിച്ചു പറയേണ്ട സമയമാണ്. ഇനി ആരുടെയും കാൽക്കീഴിലല്ല ഞങ്ങൾ എന്ന് മനസ്സിലാക്കിയ അവർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ കൃത്യമായ തെളിവാണ് E.P. ജയരാജൻ്റെ ഇരുട്ടടി. E.P. ജയരാജൻ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ വലങ്കൈയായിരുന്നു. പിന്നീട് E.P. ജയരാജനും പിണറായി വിജയനും തമ്മിൽ തെറ്റി. ഈ E.P. ജയരാജനെ ഒതുക്കി പിണറായി വിജയൻ, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിച്ചു. അവസാനം ഇതേപോലെ മറ്റു പ്രമുഖരായ നേതാക്കന്മാരെയും അതേപോലെ അധികം വെട്ടിമാറ്റി. തോമസ് ഐസക്കും തുടങ്ങിയുള്ള ഇങ്ങോട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ കേരളത്തിലെ CPM-നെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കേണ്ട പിണറായി വിജയൻ എന്തെങ്കിലും പറ്റിയാൽ ഓൺ ദ സ്പോട്ട് അതേ സമയത്ത് തന്നെ പാർട്ടിയെ നയിക്കേണ്ട
നേതാക്കന്മാരെ എല്ലാം തന്നെ ഒരേ സമയത്ത് വെട്ടിമാറ്റിയിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയത്. പകരം തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഏറാമൂളിയായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കി അവസാനം പാർട്ടിക്ക് ഒരു ബഫൂണിനെ കിട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ് കാര്യങ്ങളെല്ലാം പോയത്. അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യയെ ലക്ഷ്യം നിർത്തിയിട്ടും അതിൻ്റെ തിരിച്ചടി മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു അപ്പക്കച്ചവടക്കാരനായ ഗോവിന്ദന് വന്ന ദുർഗതി. നേറ്റൊരു പരിഹാസ കഥാപാത്രമാണ് ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ മെമ്പർമാരുണ്ട്, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്രമാത്രം മഹനീയമായ സ്ഥാനമാണ് വഹിക്കുന്നത്. എന്നാൽ ആ മഹനീയ സ്ഥാനത്ത് ഒരു ബഫോൺ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ഥിതി? കുരങ്ങനെ പൂമാല കിട്ടിയ പോലെയാണ് ആ ബഫോൺ ഈ പാർട്ടിയെ കൊണ്ട് നശിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് എല്ലാവരെയും കോർത്തിണക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് വരട്ട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ആൾക്കാരെ വരട്ടുന്നത്, അല്ലെങ്കിൽ വിശദീകരണം നൽകുന്നത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും. വി കുഞ്ഞികൃഷ്ണനും അതേപോലെ TK ഗോവിന്ദനെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാം, അവർ തെറ്റിദ്ധരുത്തി വന്നാൽ എന്ന് MV ജയരാജൻ പറഞ്ഞപ്പോൾ എന്താണ് MV ഗോവിന്ദൻ പറഞ്ഞത്? അവർ വർഗവഞ്ചകരാണ്, വർഗവഞ്ചകർ പുറത്ത് എന്നാണ്. പോയവരെ അടക്കം തിരിച്ചു കൊണ്ടുവന്ന് നശിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയെ ശക്തമാക്കാൻ ചെയ്യേണ്ട നേതാവ് തന്നെ അതിൻ്റെ വരട്ട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞ് അങ്ങനെ പാർട്ടിയെ അത് നന്നാക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പാർട്ടി അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേതാക്കന്മാരും തിരിച്ചറിഞ്ഞ് അവർ ഇപ്പോൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് MV ജയരാജനും EP ജയരാജനും സ്വരാജും അതേപോലെ രാജീവും കൂടാതെ പിണറായി വിജയനെ നിയമസഭയിലിട്ട് മുഖത്ത് നോക്കി അടിക്കുന്നത് പോലെ പിണറായി വിജയൻ ആക്രോശിച്ച ബാലഗോപാലും. ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ പാർട്ടി ബംഗാളിലും ത്രിപുരയിലും തീർന്നതിനേക്കാൾ വേഗത്തിൽ പെട്ടെന്നാണ് തീരാൻ പോകുന്നത്. ഒരു നീണ്ട കോമ്പലപ്പടകത്തിന് ഒരു സ്ഥലത്ത് തിരികൊളുത്താൽ അത് മുഴുവൻ പൊട്ടിത്തീരും. അതേപോലെ EP ജയരാജൻ ഇപ്പോൾ വെടിക്കെട്ടിന് കൊളുത്തിയിരിക്കുകയാണ്. ഞങ്ങളൊന്നും പാർട്ടി പറയുന്ന പോലെ സത്യമല്ല, വിഴിഞ്ഞം കാര്യത്തിൽ പാർട്ടിയോടൊപ്പമല്ല. KK ശൈലജയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ മറ്റു നേതാക്കന്മാർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചർ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞത്ത് ആരെ മാറ്റാനും അവിടെ MDനെ മാറ്റാനുള്ള തീരുമാനം അത് അവരുടെ താല്പര്യമാണ്. പുതിയതായി ഭരണം വന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതുണ്ടെന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ കലങ്ങിയിരിക്കുകയാണ് പാർട്ടി. അങ്ങനെ കലങ്ങിയതിന് മുഖ്യ കാരണക്കാരൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയും ഭീകരനുമാണ്. അദ്ദേഹം വടക്കി വാഴുകയായിരുന്നു കഴിഞ്ഞ 28 വർഷമായിട്ട്. 1998 അദ്ദേഹം ചടയം ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ മരിച്ചപ്പോൾ പിണറായി വിജയനെയാണ് അന്ന് VS അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറിയെ മുൻകൈ എടുത്തത്. അത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചറിയുകയുണ്ടായി. അദ്ദേഹം ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയി പിന്നീട് സംഭവം. അദ്ദേഹം VSനെ തന്നെ വെട്ടിമാറ്റുന്ന പരിപാടികളാണ് പിന്നെ കണ്ടത്. അദ്ദേഹത്തെ സർവാധികാരിയായി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിന്നെ VS അച്യുതാനന്ദനെ പോലും മത്സരിപ്പിക്കാൻ ശ്രമിക്കാതെ വെട്ടിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിലാണ് വഴങ്ങേണ്ടി വന്നത്. ആദ്യമായിട്ട് CPMൽ ആ കാര്യം നമ്മൾ കണ്ടാണ് 2006. പിന്നീട് മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി പിണറായി വിജയൻ. അവസാനം മുഖ്യമന്ത്രിയെ ശിക്ഷ ചെയ്തത് അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കാതെ ആഭ്യന്തര വകുപ്പ് കോടിയേരിക്ക് കൊടുത്തിട്ട് മൊത്തത്തിൽ പിണറായി വിജയനും കോടിയേരിയും കൂടിയുള്ള ഒരു കൺട്രോൾ ഭരണമായിരുന്നു. ഈ ഒരു ഡെമ്മി മുഖ്യമന്ത്രി മാത്രമായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിനെ കൃത്യമായി നയപരമായി മുന്നോട്ട് നീക്കാനോ പാർട്ടിയെ ചലിപ്പിക്കാനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനോ അദ്ദേഹം സമ്മതിച്ചില്ല. പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇപ്പോൾ 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് പാർട്ടിയും പിണറായി, ഭരണവും പിണറായി,
അങ്ങനെ തൻ്റെ ഇഷ്ടങ്ങളും തന്നെ തട്ടിപ്പുകളും എല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് പാർട്ടിയും ഭരണവും ഉണ്ടായിരുന്നത്. ഇതുവഴി കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി അദ്ദേഹം ഉണ്ടാക്കിയ പണമാണ് വിദേശത്ത് എത്തിച്ചത്. വിദേശത്ത് മകളുടെയും മകൻ്റെയും ഭാര്യയുടെയും അവരുടെ ബന്ധുക്കളെയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കറവപ്പശു മാത്രമായിരുന്നു കേരളത്തിലെ സർക്കാരും സംവിധാനങ്ങളും. എവിടെയും അഴിമതിയാണ്, ഏത് കാര്യത്തിൽ അഴിമതിയാണ്, ഏത് തൊട്ടാലും അഴിമതിയാണ്. ആ രൂപത്തിൽ പാർട്ടിയെ മാറ്റി നശിപ്പിച്ചതിൻ്റെ പരിപൂർണ ഉത്തരവാദിയായ പിണറായി വിജയന് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ, അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ തരത്തിലും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, പാർട്ടി അണികൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നേതാക്കന്മാർക്കും രക്ഷയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞാലേ ഇനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് കണ്ണൂരിലെ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള മാർക്സിസ്റ്റ് പാർട്ടി അടിത്തറ ഉള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണനും അതേപോലെ ടി.കെ. ഗോവിന്ദന് തിരിച്ചു വരണമെന്ന് പറഞ്ഞതിന് അതിനെ എതിർത്ത് പറഞ്ഞ എം.വി. ഗോവിന്ദനെ എല്ലാ തരത്തിലും ആഞ്ഞടിച്ചുകൊണ്ടാണ് അവിടെയുള്ള നേതാക്കന്മാർ ഒരുമിച്ച് നിന്നിട്ട് ചീത്ത പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രതിഭാസം ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അന്ത്യം എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമാണ്. പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, ജനങ്ങൾ കല്ല് എറിഞ്ഞ് ഓട്ടിക്കും. അവർ നടത്തിയ അഴിമതികൾ, തട്ടിപ്പുകളെല്ലാം ഓരോന്നായി അവരെന്നെ വിളിച്ചു പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു ശുദ്ധീകരണം പാർട്ടിയിലുണ്ടാവും. അതിൻ്റെ തുടക്കമാണ് എം എ ബേബിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പാർട്ടി അണികൾക്കും നേതാക്കൾക്കും തുറന്ന മനസ്സോടെ പ്രവർത്തിക്കാം, നിങ്ങൾക്ക് തുറന്ന് പറയാം എന്ന് പറയുന്ന ഒരു ആഹ്വാനം കൊടുത്ത് ഇതുവരെ ഉണ്ടാവാത്തൊരു കാര്യമാണ്. അത് കൃത്യമായി ഏറ്റിരിക്കുന്നു. അവസാനം ഇപ്പം എല്ലാവരും വിളിച്ചത് അണികൾ മാത്രമല്ല, മെമ്പർമാർക്ക് മാത്രമല്ല, നേതാക്കന്മാരും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഏതാണ് പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എം.വി. ഗോവിന്ദൻ പറയുന്നതാണോ, ഇ.പി. ജയരാജൻ പറയുന്നതാണോ, അതല്ലെങ്കിൽ സ്വരാജ് പറയുന്നതാണോ, അല്ലെങ്കിൽ രാജീവ് പറയുന്നതാണോ നമുക്ക് അറിയില്ല സാർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന നോക്കിക്കാണുന്ന ആളുകൾ. കാരണം പണ്ടൊക്കെ ഈ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാൻ പാർട്ടിയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ആരും പാർട്ടിയെക്കുറിച്ച് ഒരു പത്രപ്രസ്താവന നടത്തുകയൊന്നും പതിവായിരുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓരോ നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ അവരവരുടെ നിലപാടുകൾ എന്ന രീതിയിൽ പറയുമ്പോൾ അത്തരം ഒരു പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് തകർന്നതായി മനസ്സിലാക്കുന്നു. പാർട്ടി പിളർപ്പിലേക്ക് പോകുന്നതായി ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കും? അല്ല, ഒരിക്കലും അതിലേക്കാണ് പോകുന്നത്. മുമ്പ് 64 CPM പിളർന്നപ്പോൾ ആശയപരമായുള്ള ഭിന്നിപ്പായിരുന്നു. ഇതിപ്പോൾ ആശയപരമായൊരു ഭിന്നിപ്പല്ല, അഴിമതി നടത്തിയതിൽ തമ്മിൽ കിട്ടാത്തതിൻ്റെയും ഓഹരി കൃത്യമായി നടക്കാത്തതിൻ്റെയും പിന്നെ പുറത്ത് ജനങ്ങൾക്കിടയിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞാലേ ഇനിയിപ്പം സമൂഹത്തിൽ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ടായതിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി ഇത് കണ്ടിട്ട് ചില നേതാക്കന്മാർ മുന്നിൽ തന്നെ എറിയുകയാണ്, ഞാൻ പിണറായി വിജയനോടൊപ്പമല്ല. പിണറായി വിജയനോടൊപ്പം എന്നാണ് കാർക്കിച്ച് തുപ്പുകയാണ് ജനങ്ങൾ. അറപ്പോടുകൂടി വെറുപ്പോട് കൂടിയിട്ടാണ് പിണറായി വിജയനെ കാണുന്നത്. സാർ, അപ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുന്നു. കാരണം ഞാൻ പിണറായി വിജയനോടൊപ്പമല്ല എന്ന് ഏതെങ്കിലും CPM സഖാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അവർ ശരിയുടെ പക്ഷത്താണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതെ, അവർക്ക് ശരിയുടെ ജനങ്ങൾ നേരിട്ട് ചൂണ്ടിക്കാണിക്കല്ലേ പിണറായി വിജയൻ ചെയ്ത് തെറ്റാണ്. ബഹുഭൂരിപക്ഷം വരുന്ന CPM അണികൾ ഇത് മനസ്സിലാക്കി അവൾ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പിണറായി വിജയനാണ് ഈ പാർട്ടിയെ തകർത്തത്. പിണറായി വിജയന്റെ പരിപാടി പാർട്ടിയെ നന്നാക്കലല്ല, ജനങ്ങളെ സേവിക്കലല്ല, ഇവിടെ കൊള്ള ചെയ്യലാണ് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. 2005 ഫെബ്രുവരി മാസത്തിൽ പിണറായി വിജയന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്ന് അത് ധീരമായിട്ട് തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തു. എനിക്ക് പല ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു. അതിനൊക്കെ നേരിട്ടുകൊണ്ട് അതിൽ പോരാടി. അന്നു മുതൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സത്യമായാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPM അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാർ തന്നെ പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നാളെ എം വി രാഘവനെയൊക്കെ നേരിട്ട പോലെ തീർച്ചയായും പിണറായി വിജയനെയും CPM അണികൾ നേരിടും. അത് കേരളത്തിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ പോകുന്നില്ല. മുമ്പാണെങ്കിൽ അതൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പം പിണറായി വിജയൻ്റെ കൺട്രോളിലല്ല CPM എന്നുള്ള പ്രസ്ഥാനം. ഓരോ അണിയും
ഓരോ മെമ്പർമാരും അവർ പാർട്ടിയെ അവരുടേതാണെന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. പിണറായിയുടെ തീരുമാനങ്ങൾ, പിണറായി ചിന്താഗതിയുമല്ല ഇനി വരാൻ പോകുന്നത്. ഇനി പിണറായിയിൽ നിന്നുള്ള ആ ഒരു വലയത്തിലല്ല അവരാരും പ്രവർത്തിക്കുന്നത്. സാർ, അതിന് മറ്റൊരു വശം കൂടി ഉണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. കാരണം നേരത്തെ പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഈ എം സ്വരാജും പി രാജീവും പുത്തലത്ത് ദിനേശനും അടക്കമുള്ള ആളുകൾ പിണറായി വിജയനെ തള്ളി പറയുമ്പോൾ തീർച്ചയായും ഇനി പാർട്ടിയിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. അങ്ങനെ പരിവർത്തിതപ്പെടുന്ന CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പിണറായി വിജയനെ തള്ളി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ധാരണയോട് കൂടിയാണോ ഇവരെല്ലാം? അല്ല, ആ രൂപത്തിൽ എത്തിയിരിക്കുന്നു. തള്ളി പറഞ്ഞില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പാർട്ടി അണികൾ അടിച്ചോടിക്കും. അമേദ്യത്തിൽ മുക്കിയ ചൂലുമായിട്ട് കാത്തിരിക്കുകയാണ് പാർട്ടി അണികൾ. പാർട്ടിയെ നശിപ്പിച്ചതിന് പിണറായിനെ പഴിക്കുകയാണ്. നല്ലൊരു 10 വർഷം സുഖമായി ഭരിക്കാനുള്ള മാൻഡേറ്റ് കൊടുത്തിട്ട് അത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള അവസരമാക്കി പിണറായി വിജയൻ മകളെയും മകനെയും സംരക്ഷിച്ചുകൊണ്ട് കോടാനുകോടി രൂപ തട്ടിയെടുക്കുക എന്നല്ലാതെ കേരളത്തിൽ എന്താണ് ചെയ്തതെല്ലാം ഇപ്പോൾ നമുക്കറിയാം. തുരങ്കപാത പോലെയുള്ള അല്ലെങ്കിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്കുണ്ടാക്കിയ വീട് പോലെയുള്ള തട്ടിപ്പുകളാണ്. അവർക്ക് ജനങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റിലെ പിണറായി വിജയന് ആകപ്പാടെ കമ്മിറ്റ്മെന്റ് സ്വന്തം മകനോടും മകളോടും ഭാര്യയോടും മാത്രമാണ്, അല്ല കുടുംബത്തോടാണ്. അപ്പൊ അദ്ദേഹം ഒരു പാർട്ടിയുടെ ആളല്ല, കുടുംബത്തിന്റെ ആളാണ്. സാർ, ഇവിടെയാണ് ഞാൻ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അഡ്വക്കേറ്റ് KM ഷാജഹാൻ, അദ്ദേഹം കുറേ കാലം VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തികഞ്ഞ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ തന്നെയായിരുന്നു. അദ്ദേഹം ഒരിക്കലൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകള് ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അന്തി ഉറങ്ങിയിട്ടില്ല. അത്രത്തോളം അക്കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു നേതാവായിരുന്നു VS. ഇന്ന് പിണറായി വിജയൻ എന്ന നേതാവ് മക്കളോടൊക്കെ വാത്സല്യം ആവശ്യമാണ്, തീർച്ചയായും അവരോട് സ്നേഹവും പ്രിയവും ഒക്കെ വേണം. പക്ഷെ ഔദ്യോഗിക പരിപാടികൾ പോലും പങ്കെടുക്കുമ്പോൾ മകളെയും കുടുംബത്തെയും കൂടെ കൂട്ടുന്ന, പേരക്കുട്ടിയെ അടക്കം കൂടെ കൂട്ടുന്ന ഒരു രീതി VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാരിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എത്ര കണ്ട് ജുഗുപ്സാവഹമാണ് എന്നുള്ളതല്ലേ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പാർട്ടി ജീർണത ബാധിച്ചിരിക്കുന്നു. അതിന് അപജയം സംഭവിച്ച് കൊഴിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മരത്തിന്റെ അവസ്ഥയിലാണ്. നമ്മൾ കണ്ടില്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ടവർ കൊഴിഞ്ഞു വീണത്. അതിന്റെ കാലാവധി കഴിഞ്ഞു. ഒരു കൊഴിഞ്ഞു വീഴേണ്ട സാധനത്തെയും കൊണ്ടിട്ടാണ് ഇപ്പൊ കെട്ടിപ്പേറി CPM നടക്കുന്നത്. അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ സീറ്റ് കൊടുത്തതിന് തെറ്റാണ്. അദ്ദേഹം എല്ലാവരെയും വെട്ടിമാറ്റുമ്പോൾ എന്താണ് കാരണം പറഞ്ഞത്? 2 തവണ മത്സരിച്ചു, 3 തവണ മത്സരിച്ചു എന്നൊക്കെയാണ്. ഇവിടെ 2 തവണ 3 തവണ മത്സരിക്കുക മാത്രമല്ല, അദ്ദേഹം ജീർണത ബാധിച്ച്, അദ്ദേഹം അസുഖം ബാധിച്ചു എന്ന് അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് ചെലവ് ചെയ്ത് അമേരിക്കയിലടക്കം ചികിത്സയിൽ പോയ ഒരാളാണ്. എഴുന്നേക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ആ ആളെ കൊണ്ടിട്ടാണ്, അഴിമതിക്കാരനായ ഒരാളെ കൊണ്ടിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയത്. അതിൻ്റെ തിരിച്ചടികളാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടത്താതിരിക്കാം. അപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, 140 സീറ്റിലും UDF കൊണ്ടുപോകും. ആ രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഒരു നേതാവിന് ജനങ്ങളടുത്ത് പോയി കൃത്യമായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം PSCയിലാണെങ്കിലും, അതേപോലെ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും, അതേപോലെ കേരളയിലെ കാര്യത്തിൽ എല്ലാത്തിനും തട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം നടത്തി ഈ ഭരണത്തെ ആകപ്പാടെ അഴിമതിയിൽ മുങ്ങിക്കുളിപ്പിച്ച ഒരു ഭരണാധികാരിയായി മാറി പിണറായി വിജയൻ. അവസാനം തുരങ്കപാത എന്ന ദുരന്തപാതയിലേക്ക് എത്തി നിൽക്കുന്നു. അല്ല, തുരങ്കപാതയിലൂടെ യാതൊരു പാരിസ്ഥിതികമായ കാര്യങ്ങളും പഠിക്കാതെ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു തുരങ്കമുണ്ടാക്കി അവിടെ വൻ അപകടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രദേശം തന്നെ തുരങ്കം വരുമ്പോൾ അവിടെ ചലനമുണ്ടാകുകയും അവിടെയുള്ള പാളികൾക്കെല്ലാം മാറ്റം ഉണ്ടാവുകയും മണ്ണൊക്കെ അടർന്നു വീഴുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പോവുകയാണ്. വൻ ദുരന്തമുണ്ടായത് ചെറിയൊരു തുടക്കം മാത്രമാണ്. വലിയ ദുരന്തമാണ് കാത്തിരിക്കുന്നത്. എന്തും ചെയ്യാമെന്നുള്ള, അതായത് ഒരു പദ്ധതി എന്തിനാണ് പ്രഖ്യാപിക്കുന്നത്? അതിൽ ഇത്ര കമ്മീഷൻ അടിച്ച് മാറ്റാമെന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. 750 കോടി രൂപ കിട്ടിയിട്ടുള്ള വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വന്ന ഫണ്ട് എവിടെ പോയി ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരു വീടുണ്ടാക്കി എത്ര രൂപ? ആ പട 10 ലക്ഷം രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ആ വീട് 400 വീടുണ്ടാക്കിയാൽ 40 കോടി 50 കോടിയേ വരുള്ളൂ. 300 കോടി രൂപയാണ് ഊരാളുങ്കലിന് കൊടുത്തിരിക്കുന്നത്. ആ ഊരാളുങ്കലിനെയാണ് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സ്പീക്കർ നിയമസഭയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയത്. നിങ്ങൾ ഇങ്ങോട്ട് കടക്കണ്ട, ഇനി PWD ഇവിടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ചൂലെടുത്ത് അടിച്ചോടിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും അവരെ അടിച്ചോടിക്കുകയും കൃത്യമായി അവർ നടത്തിയ പദ്ധതികൾ എന്താണെന്ന് പഠിച്ച് അവിടെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ വലിയ കോടികൾ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും. കേരളത്തെ എല്ലാ മേഖലകളിലും ചൂഷണം ചെയ്യാൻ
ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. അതുവഴിയാണ് ഇത്തരം തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത്. എവിടെ വീണാലും അവിടെ നിന്ന് പണം വാരിയെടുക്കുക, തട്ടിപ്പ് നടക്കുക എന്നുള്ളത് പിണറായി വിജയൻ ചെയ്ത ഒരു നല്ല കാര്യം പറയാൻ പറ്റുമോ? എന്തായാലും പിണറായി വിജയൻ എന്ന നേതാവ് പാർട്ടിയിൽ ഒറ്റപ്പെടുന്നതോടൊപ്പം തന്നെ CPM എന്ന പാർട്ടിയിൽ അപഭ്രംശം ഉണ്ടാകുന്നു. അതൊരു വേള പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാറിൻ്റെ വാക്കുകളും വളരെ പ്രസക്തമാകുന്നു. ഇനി ഈ പാർട്ടി അപജയത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിനെയും MP ഗോവിന്ദൻ എന്ന നേതാവിനെയും മാറ്റി ഒരു ശുദ്ധികലശം വേണം എന്ന തരത്തിൽ തന്നെ നന്ദകുമാർ സാർ അടക്കം പറയുമ്പോൾ ഇത് CPM ചെവിക്കൊള്ളും, അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ചെവിക്കൊള്ളും എന്ന് വിശ്വസിക്കാൻ കാത്തിരിക്കുക.